നമസ്കാരം, ജനഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ന് ജനഭൂമിയിൽ നമ്മളോടൊപ്പം ഒരു പുതിയ അതിഥി വന്നെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് റോയി പി തിയോച്ചൻ എന്നാണ്. അദ്ദേഹം ഒരു പ്രവാസി മലയാളിയാണ്. ഇപ്പോൾ വ്യവസായിയാണ്. 15 വർഷമായി അമ്പലപ്പുഴ താലൂക്ക് വികസന സമിതി അംഗമാണ്. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ഒപ്പം സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ തൻ്റെ വ്യവസായവുമായി ബന്ധപ്പെട്ടും മറ്റും അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ്. നമസ്കാരം സാർ. നമസ്കാരം. അങ്ങേക്ക് സ്വാഗതം. താങ്ക് യു. സാറ് അങ്ങ് ഈ അമ്പലപ്പുഴയിൽ താലൂക്ക് വികസന സമിതി അംഗം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. ഒരു പ്രവാസി മലയാളിയാണ്. നിലവിൽ ഒരു വ്യവസായിയാണ് അങ്ങ്. അങ്ങയുടെ വിലയിരുത്തലിൽ കേരള രാഷ്ട്രീയം, ഇപ്പോൾ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേരള രാഷ്ട്രീയം എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ, അതോ ഈ നിലവിലെ സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടാകുമോ? അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം. കൃത്യമായിട്ട് ആ കാര്യത്തിലൊരു നിലപാട് ഇപ്പോൾ വ്യക്തമാക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ നമ്മുടെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് UDF മുൻതൂക്കം ഉണ്ടായിരുന്നു. കാരണം 2-3 തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഒന്ന്, 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാരുകൾ സ്വാഭാവികമായിട്ടും വീണ്ടും അവർ വരണമെന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ അതിന് തിരിച്ച് വരണമെന്ന് ആഗ്രഹിക്കുന്ന, വേറെ ഒരു സംവിധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം ജനങ്ങളുണ്ട് കേരളത്തിൽ. അത് വെച്ച് നോക്കുമ്പോൾ അവർ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് വല്ല നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിലയിരുത്തേണ്ട കാര്യമാണ്. എന്നാൽ പോലും UDF ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു. അതായത് ഒരു ഭരണവിരുദ്ധ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് അത്രത്തോളം പറയാൻ പറ്റത്തില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇതുണ്ട്. ഒരു ഗവൺമെൻറ് 10-15 വർഷം ഭരിക്കുന്നത് നല്ലതാണ്. അവർ തുടങ്ങി വെച്ചിട്ടുള്ള വികസനങ്ങളൊക്കെ കൃത്യമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ നോക്കാൻ നേരത്ത് ഗവൺമെൻറ് പറയുന്ന വികസനങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാഗം നോക്കാൻ നേരത്ത് 1% വികസനം പോലും ഉണ്ടായിട്ടില്ല കേരളത്തിൻ്റെ. കാരണം ഞാൻ ധാരാളം രാജ്യങ്ങൾ പോയി സന്ദർശിച്ചിട്ടുള്ള ആളാണ്. ഞാൻ 13 വർഷമായിട്ട് വിദേശത്ത്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അടിസ്ഥാന സൗകര്യം പോലും പരിപൂർണമായിട്ട് എത്തിയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പരാതി ജനങ്ങളിലുണ്ട്. നമ്മളൊരു 50 വർഷം പുറകിലാണ്. അത് 50 വർഷം പുറകിലാണെന്ന് എങ്ങനെ അറിയും? ഇപ്പോൾ അങ്ങ് പറയുന്നതാണ് ഈ 50 വർഷം പുറകിലാണെന്ന് എങ്ങനെ നമ്മൾ നമ്മൾ മറ്റു ചിലരുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യുമ്പോൾ അതാ ഞാൻ പറഞ്ഞു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചൈനയുമായിട്ട് നോക്കുന്നത് ഈ പറഞ്ഞ കാര്യം ശരിയാണ്. നമ്മൾ ചൈനയുടെ ഒപ്പം എത്തണമെങ്കിൽ 50 വർഷം മിനിമം എടുക്കണം. ഇനി 50 വർഷം നമ്മൾ ഇനി ചൈനയുടെ ഒപ്പം ചൈന ഒരു 100 വർഷത്തിന് വീണ്ടും 50 കൊല്ലം മുമ്പിൽ പോയി മുകളിലാവും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ കടന്നത്. അപ്പോൾ അത് നോക്കാൻ നേരത്തെ അടിസ്ഥാന വികസനത്തിൻ്റെ 1% പോലും നമുക്ക് ജനങ്ങളുടെ റൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ജന്മാവകാശമാണ് വഴി നടക്കുക, വഴി കൂടെ സുലഭമായിട്ട് യാത്ര. അതായിട്ടുണ്ടെന്ന് വെച്ചാൽ അത് വന്നുകൊണ്ടിരിക്കും. ഏതായാലും ചെയ്തതിനൊക്കെ ജനങ്ങൾ നന്ദി പറയുന്നുണ്ട്. അത് ആവശ്യമാണല്ലോ, നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഇത്രയും നാൾ ചെയ്യാത്തത് കാര്യത്തിന് ഒരു പുതിയ തുടക്കം കുറച്ചെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതുകൊണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങൾ വികസിക്കുന്നില്ലല്ലോ. നമ്മൾക്ക് വേണ്ട ജനങ്ങളുടെ പെർ ക്യാപിറ്റൽ എത്രത്തോളം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. ആലോകരി വരുമാനം വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര സ്ഥാനത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും. അപ്പം നമ്മുടെ ഇന്ത്യ ഒട്ടായുള്ള കാര്യം പറയുമ്പോൾ നമ്മൾ പറയും 4ാം സ്ഥാനത്താണ്. സത്യത്തിലല്ല. പെർ ക്യാപിറ്റൽ നോക്കുമ്പോൾ നമ്മൾ വളരെ, എനിക്ക് തോന്നുന്നു ഒരു $3 മാത്രമാണ് ഇൻ്റർനാഷണൽ ഇത് വെച്ച് നോക്കാൻ നേരത്ത്. ഒരു $3 പോലും നമുക്ക് പെർ ക്യാപിറ്റൽ ഇല്ല. എന്നിട്ടും നമ്മൾ പറയുന്നുണ്ട് നമ്മൾ 3ാം സ്ഥാനത്താണ്, 4ാം സ്ഥാനത്ത്. രണ്ടാമത് ഞാൻ പറഞ്ഞു, നമ്മുടെ തൊട്ടടുത്ത് ഉള്ള നമ്മുടെ ഏഷ്യയിലെ തന്നെ ലോകത്തിൽ തന്നെ 2ാം സ്ഥാനത്ത് നിൽക്കും ചൈനയുമായിട്ട് താരതമ്യം പറഞ്ഞ് ഈ പറഞ്ഞ കണക്കിന് 50 വർഷത്തെ ഒരു ഗ്യാപ്പ് നമുക്ക് ഉണ്ട്. അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് സാർ. ഇത് നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷം തുടർച്ചയായിട്ട് പിണറായി സർക്കാർ ഭരിച്ചു. നമ്മൾ ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത, അതായത് ഇപ്പോൾ ഗെയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുക, അതുപോലെ ദേശീയപാത വികസനം, ഇതൊക്കെ കേരളത്തിൽ സംഭവിക്കും എന്ന് നമുക്ക് ഒരു ഉറപ്പില്ലായിരുന്നു. പക്ഷേ അതൊക്കെ ഏതാണ്ട് കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് തീർച്ചയായിട്ടും അതിൻ്റെ ക്രെഡിബിലിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് തന്നെയാണ് അതിൻ്റെ ക്രെഡിബിലിറ്റി. എന്തുകൊണ്ട് ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ ഒരു
10-30 വർഷം പുറന്നോട്ട് മാറി ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ ഈ പറഞ്ഞ കണക്ക് കുറച്ചുകൂടെ ബെറ്റർ ആകുമായിരുന്നു. ഇവർ അങ്ങ് പറഞ്ഞ ശരിയാണ്. ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ സമരം ചെയ്ത പിണറായി വിജയനാണ് അപ്പോൾ അത് നടപ്പാക്കാനും മുൻകൈ എടുക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ഈ വികസന പ്രവർത്തനങ്ങൾക്കും ഒരു പരിധിവരെ തടസ്സം നിന്നിട്ടുള്ളത് ഇവർ മാത്രമാണ്, ഭൂരിപക്ഷം. പലരും നിന്നിട്ടുണ്ട്, അതിൻ്റെ പ്രായശ്ചിത്തം. അപ്പം ഞാൻ ചോദിക്കുന്നത്, നാളെ ചെയ്യാനിരിക്കുന്നത് ഇന്നലെ ചെയ്തിരുന്നെങ്കിൽ എന്തുമാത്രം വ്യത്യസ്തം ഉണ്ടാവുമായിരുന്നു. അതിവിടെ ഉണ്ടായിട്ടില്ല. അതിപ്പോൾ അല്ല, അത് ഉണ്ടാകാത്തത് കൊണ്ട് തന്നെയാണോ ഈ ആളോഹരി വരുമാനത്തിൽ നമ്മൾ ഒരു പരിധിവരെ അത് തന്നെയാണ്. ഇപ്പം ഉദാഹരണം, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്ന ഒരാളെന്നുള്ള നിലയിൽ ആലപ്പുഴയിലുണ്ടായിരുന്ന വ്യവസായ സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടി. ആ ആലപ്പുഴയുള്ള മനുഷ്യരുടെ ദൈവാധീനം കൊണ്ടൊരു പുതിയൊരു മേഖല തുറന്നിട്ട് ടൂറിസം. അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഒരു 10,500 ഹൗസ് ബോട്ടുകളുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാർക്ക് തൊഴിൽ അവിടെ സാധ്യമായി. അതും വേണ്ട രീതിയിൽ നമ്മൾ പരിഗണിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയില്ലേ അതിനും എവിടെയെങ്കിലും വെച്ച് പൊളിയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അതിന് സസ്റ്റൈനബിളായിട്ട് പോകണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും. ഇപ്പോൾ ആലപ്പുഴ ഇപ്പോൾ 10,500 ഹൗസ് ബോട്ട് ഉണ്ടെങ്കിൽ അതിനോടത്തുള്ള മറ്റ് സംവിധാനങ്ങൾ കൂടെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. അത് അവിടെ മാത്രമേ, എൻ്റയർ കേരളത്തിൽ. അപ്പോൾ ഞാൻ പറയാൻ നോക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് 550 കിലോമീറ്ററോളം തീരദേശമുണ്ട്. അതിൻ്റെ എത്ര ശതമാനം നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്? കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 5% പോലും വലിയ ചോദ്യമാണ്, നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അത് കണക്ക് തന്നെയാണ് മലനാട്, ഇടനാട്, തീരപ്പുറത്ത് ഓരോ മേഖലയിലും നമുക്ക് ടൂറിസം ആയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം കൃഷിയാണെങ്കിൽ നമുക്ക് കൃഷിയിൽ തന്നെ എന്തുമാത്രം പുരോഗതി ഇന്ന് ലോകം കൈവരിച്ചു. നമ്മളിപ്പോഴും അവിടുത്തെ കുറച്ച് പൊങ്ങിയിട്ടുണ്ട്, ഇല്ലെന്നല്ല. ഇപ്പം നെല്ല് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അതിനെടുക്കാൻ ആളില്ല, സമയത്ത് എടുക്കാതിരിക്കാൻ ചിലപ്പോൾ അവിടെ കിടന്ന് മഴ വന്ന് ഇതായി പോകുന്നു. അവിടെയും വരുന്ന പ്രശ്നമെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരു സാധനം ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഉൽപ്പാദിപ്പിച്ച സാധനം കൃത്യസമയത്ത് അത് ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ എത്തേണ്ട കൈകളിലോട്ട് എത്തിക്കാനുള്ള മാർഗ്ഗമില്ല. അതിന് നമ്മൾ കേവലം രാഷ്ട്രീയക്കാരൻ്റെ കയ്യിലോ ഏതെങ്കിലും ഉദ്യോഗസ്ഥന് പോക്കറ്റ് മണി കൊടുത്താൽ മാത്രമേ അത് നടപ്പിലാക്കത്തുള്ളൂ. ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ, ആരെ ഇടപെടലില്ലാണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്ന ഒരു സംവിധാനം ഇന്നും കേരളത്തിൽ ആയിട്ടില്ല. അതിൻ്റെ അത് എന്തുകൊണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനോഭാവം. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് അവരൊരു മനോഭാവമുണ്ട്, രാഷ്ട്രീയക്കാരന് അവൻ്റെ ഒരു മനോഭാവമുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്ന എല്ലാം ഞങ്ങളുടെ താഴത്തൂടെ പോകണം. പിന്നെ രാഷ്ട്രീയക്കാർ വിചാരിക്കും ഞങ്ങൾ അറിയാണ്ട് ഈ ലോകത്തൊന്നും നടക്കരുത്. ഇതൊന്നുമില്ലാത്തൊരു സംവിധാനം എവിടെയുണ്ട് ആ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവും. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഞാനൊരു അങ്ങേടുത്ത് വന്നിട്ട് എനിക്കൊരു വീട് വെക്കണം, അല്ലെങ്കിൽ ഒരു ബിൽഡിങ് വെക്കണം. സാറ് ആദ്യം നോക്കിയിട്ട് ഏത് ജാതിയാണ്, അല്ലെങ്കിൽ ഏത് മതമാണ്, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയക്കാരനാണ്, ഇത് നോക്കിയിട്ടാണ് ഒരു ഫയൽ എടുക്കുന്നത്. നമ്മളിവരെയൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു സംവിധാനം ഉണ്ടാക്കി നല്ല രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഉദ്യോഗസ്ഥൻ അവന് ജോലി കിട്ടുന്നവരെ വടക്ക് കിഴക്ക് നടക്കുകയാണ്. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവൻ്റെ അടിയാനായി. ഒരു കാര്യം ചെല്ലുമ്പോൾ മര്യാദക്ക് നമുക്ക് ചില ഒരു ഉദ്യോഗസ്ഥനോട് എന്നിട്ട് എൻ്റെ റൈറ്റാന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ? തിരിച്ചെനിക്ക് കിട്ടുന്ന അനുഭവങ്ങൾ വേറെ രീതിയിലാണ്. സാർ, അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അങ്ങനെ ചോദിച്ചത്, കേരളത്തിലൊരു ഭരണമാറ്റം സംഭവിക്കുമോ? തീർച്ചയായിട്ടും മാറണമല്ലോ. ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല, ജനം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത കക്ഷികൾ എത്രത്തോളം അതിന് പ്രാപ്തരാണെന്നുള്ളതാണ് അവിടെ വരുന്ന പ്രശ്നം. ഇപ്പോൾ ഒന്നുമില്ലാതെ എന്തുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു ഭരണം UDFന് ഒരു ഭരണം കിട്ടിയെന്ന് വിചാരിക്കുക. UDFൻ്റെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അതായത് മലപ്പുറം മുതൽ നമ്മുടെ ചങ്ങനാശ്ശേരി മുതൽ ആ ഏരിയ വഴി തിരുവനന്തപുരത്തെത്തുള്ളൂ. ഇതാണ് നമ്മുടെ ഒരു സാഹചര്യം. കൃത്യമായിട്ടുള്ള സർക്കാരിന് ആ രീതിയിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ശരിയാണോ? അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ജനങ്ങൾ വിചാരിക്കും ഓക്കെ ഒന്നുമില്ലെങ്കിലും ഇവിടെ ആകുമ്പോൾ ഒരാളുണ്ട്, ഓക്കെ അത്യാവശ്യം പുള്ളിയെ സഹിച്ചാൽ മതി. മറ്റേ ആകുമ്പോൾ എത്ര ആൾക്കാരെ സഹിക്കണം? ഇത് എൻ്റെ അഭിപ്രായം കേട്ടോ. അല്ല, ആയിക്കോട്ടെ, അങ്ങേക്ക് സ്വതന്ത്രമായ എൻ്റെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിൽ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ട്. ആ അതൃപ്തിയുടെ ഫലമായിട്ട് ഒരു ഭരണമാറ്റം വരും എന്നാണ്, വരാനുള്ള സാധ്യതയാണ് അങ്ങ് ചൂണ്ടിക്കാട്ടിയത്. എൻ്റെ ചോദ്യം, അത് UDFന് തന്നെ സംഭവിക്കണമോ?
BJPയും ഒരു മൂന്നാം കക്ഷിയായി ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ സാധ്യതകളെക്കുറിച്ച്, അവരുടെ വിജയപരാജയങ്ങളെക്കുറിച്ച് അങ്ങ് എപ്പോഴെങ്കിലും വിലയിരുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും വിലയിരുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് കണ്ടു, രണ്ടുപേര് LDF ആയിരിക്കും UDF ആയിരിക്കും. ഞാൻ വിചാരിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഇവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു മുന്നണി സംവിധാനം കേരളം വന്നെങ്കിൽ മാത്രമേ ഇവർ ഇത്രയും നാൾ എന്താണ് ചെയ്തതെന്ന് അറിയാൻ ജനങ്ങൾക്ക് അവസരം കിട്ടത്തുള്ളൂ. ഇവർ ചെയ്ത നല്ലതും ചീത്തയും രണ്ടും. എന്താണ് ഇവർ ചെയ്തത്, എന്ത് ഇവർ ചെയ്താൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞാണ് പെർ ക്യാപിറ്റൽ അങ്ങ് പിന്നെ എയറോഡ്രോം ഉണ്ടാക്കി, പിന്നെ ഈ പറഞ്ഞ കണക്ക് ബൈപ്പാസുകൾ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഹൈവേ കൊണ്ടുവരുന്നു, ഹൈ സ്പീഡ്, ഇതെല്ലാം ഓക്കെ, നമ്മുടെ രാജ്യത്തിൻ്റെ വികസനമായിട്ട് ബന്ധപ്പെടുന്നു. അപ്പോഴും ഇത്ര ശതമാനം ആൾക്കാർക്ക് ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധമില്ലാണ്ട് അവിടെ അവർ അതേ ലെവലിൽ കിടക്കുകയാണ്. ഒന്നാമെന്ന് വെച്ചാൽ അത് തിരിച്ചറിയണമെങ്കിൽ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു സമൂലമായ മാറ്റം ഉണ്ടാവണം. ഇപ്പം നമ്മുടെ പല മേഖലകളിലും ഇപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു വലിയ സംവിധാനമായി വെച്ചിട്ട് എൻ്റെ അടുത്ത് കിടക്കുന്നതിന് പ്രയോജനമില്ലെങ്കിൽ ഞാനിതായിട്ട് എന്താ പ്രയോജനം? നമുക്ക് വേണ്ട അടിമുടി മാറാനുള്ളൊരു സംവിധാനം ഉണ്ടാകണം, ഇല്ലേ? തീർച്ചയായും. എങ്കിൽ മാത്രമേ എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ. വ്യക്തിപരമായിട്ട് അങ്ങ് ഈ പറഞ്ഞതുപോലെ ഒരു BJP ഭരണം വന്നാൽ നല്ലത്. അങ്ങനെയല്ല, BJP ഭരണം വരിക എന്നുള്ളത് അതും ഈ പറഞ്ഞ പെട്ടെന്ന് സാധ്യമായിട്ടുള്ള. BJPയുടെ പ്രശ്നമെന്ന് വെച്ചാൽ BJP ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ കേരളം വെച്ച് നോക്കാനത്ത് അതിൻ്റെതായിട്ടുള്ള ചില പോരായ്മകളും BJPയുടെ പ്രവർത്തന ശൈലിയൊക്കെ ടോട്ടലി മാറ്റേണ്ട സമയം കഴിഞ്ഞു. കേന്ദ്രത്തിന്റെ ഒരു നിഴല് പോലും അല്ല കേരളത്തിലുള്ളത് എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ പറയാം, BJP നോക്കാൻ നേരത്തെ നമ്മളെ കുറേ കാര്യം അവർ ചെയ്യുന്നുണ്ട്. അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് BJPയിലെ അണികൾക്കോ BJPയിലെ നേതാക്കന്മാർക്ക് കേരളത്തിൽ പറ്റിട്ടില്ല. രണ്ടാമത് അവരുടെ ആറ്റിറ്റ്യൂഡ്. ഇപ്പം ഞാനിപ്പോൾ പല കാണാറുണ്ട്. ഇപ്പം BJPയുടെ ആൾക്കാർ പ്രചരണത്തിന് പോകുമ്പോൾ അവർ നോക്കുക, അത് മറ്റവരുടെ വീട്, ഇത് മറ്റവരുടെ വീട്, അവിടെ പോകണ്ട, നമ്മുടെ ആൾക്കാർ. പകരം എല്ലാ ആൾക്കാരും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ BJP ഇതുവരായിട്ട് കേരളത്തിൽ സൃഷ്ടിച്ചിട്ടില്ല. പല ഘടകങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റുള്ള പാർട്ടികളും കാണുന്നത്. എന്നെ സംബന്ധിച്ച് നോക്കാൻ നിർത്തി BJP പുറമേ മൊത്തം ഒരു വർഗീയ പാർട്ടിയാണെങ്കിൽ മറ്റവർ രണ്ടുപേരും അകത്താണ് വർഗീയ. അങ്ങ് ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് ഇരുന്ന ഒരാൾ ഇത്ര സുതാര്യമായി ഈ വിഷയം. അല്ല, അത് ആരെങ്കിലുമൊക്കെ പറയണമല്ലോ. അങ്ങനെ പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. മറ്റവർക്ക് പുറവും അകം ഉണ്ടെങ്കിൽ ഇവർക്ക് അകം മൊത്തം ഇതാണ്. BJPയെ സംബന്ധിച്ച് പുറമേ നിന്ന് നോക്കുമ്പോഴാണ് അവർ പറയുന്നുണ്ട്, അതായത് ഞങ്ങൾ ഇതാണ്. പക്ഷെ മറ്റവര് ഇതൊന്നും പറയാണ്ട് ഉള്ളിൽ വെച്ചിട്ടുള്ള പ്രവർത്തനമാണ്. അത് വളരെ സത്യത്തിൽ അതല്ലേ കൂടുതൽ അപകടം. തീർച്ചയായിട്ടും അത് തന്നെ. അത് തന്നെയാണ് പല പ്രതിസന്ധി. അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പറയുമ്പോൾ ഞാനൊരു വർഗീയവാദിയായിട്ട് പല രീതിയിൽ ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യം. നമ്മുടെ ബാബറി മസ്ജിദ് പൊളിക്കുന്ന ഒരു സമയത്ത് മുസ്ലിം ലീഗ് സ്വീകരിച്ച ഒരു നിലപാടുണ്ടായിരുന്നു. അത് വലിയൊരു കാര്യമായിരുന്നു. അതൊരു കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയും ലോകത്തിൻ്റെ ഒരു മാതൃകയായിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള പല കാര്യങ്ങളും, 5ാം മന്ത്രിസ്ഥാനം. ഈ 5ാം മന്ത്രിസ്ഥാനം പറയുമ്പോൾ അന്ന് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല എൻ്റെ ഷോപ്പ് ഉദ്ഘാടനം വേണ്ടി പിന്നെ ദുബൈയിൽ വന്ന ദിവസമാണ്. അന്നാണ് ഇവിടെ 5ാം മന്ത്രിസ്ഥാനം 2012 ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം. അങ്ങനെ വരാൻ നേരത്ത് അന്ന് നമ്മുടെ മൺമറഞ്ഞു പോയ അന്നത്തെ പിന്നെ മിനിസ്റ്റർ ആര്യാടൻ മുഹമ്മദ് സാർ അന്ന് പറയുന്നത് UDFൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഇങ്ങോട്ട് അന്ന് അതോടുകൂടി അവരുടെ അത്രയും നാൾ ചെയ്ത കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. അതിനുശേഷമാണ് ഇസ്രയേലിൽ ഒരു പെൺകുട്ടി മരിക്കുന്നത്, ഇന്ത്യക്കാരി മരിക്കുന്നു, നഴ്സ് മരിച്ചു. ഓക്കെ, ഹമാസിൻ്റെ റോക്കറ്റ് ആക്രമണം എന്തും ആയിക്കോട്ടെ, അവർ തീവ്രവാദിയാണോ അല്ലെന്നൊന്നും നമ്മുടെ വിഷയമല്ല. അത് ഓരോരുത്തരുടെ അവരുടെ ചിന്താശക്തിക്ക് വിട്ടുകൊടുക്കും. പക്ഷേ മരിച്ചതൊരു ഇന്ത്യക്കാരിയാണ്, മലയാളിയാണ്. അന്നെടുത്ത നിലപാടെന്താണ്? വളരെ നിർഭാഗ്യകരം. അന്ന് അവർ തിരുത്തണം. അല്ലെ നമ്മുടെ ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാരും പ്രതിപക്ഷവും കൂടെ ചേർന്ന് നിന്നിട്ട് പകരം ഒരു ആൾക്കാരെ മാത്രം, അതെ ഒരു പറ്റം ആൾക്കാരെന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും ഇല്ല. അതിനകത്ത് ഏതൊരു മതമാണെങ്കിലും അതിനകത്തൊരു വളരെ ചുരുക്കം ആൾക്കാരാണ് ചില പ്രസ്ഥാനമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതിന് പല പേര് വിളിച്ചിട്ട് നമുക്ക് പറയും തീവ്രവാദമോ മിതവാദമോ എന്നൊക്കെ വേണമെങ്കിൽ പറയും.
അവരുടെ അജണ്ട, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ അതെ, അവരുടെ അജണ്ടയ്ക്ക് മറ്റുള്ളവർ കണ്ണടച്ച് കൊടുക്കുന്നതിന് തുല്യ വായ്പ അന്ന് കൊടുക്കും. അതിനുശേഷമാണ് ജോസഫ് മാഷിന്റെ കൈവിട്ട സംഭവം ഉണ്ടായി. അതും ഇതേപോലെ കേരളത്തിന്റെ രണ്ട് മുന്നണികളും മിണ്ടാണ്ടിരുന്നു. അതുപോലെ തന്നെ സമുദായ സംഘടനകളും ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹനമായിട്ടാണ് അവർ കാണുന്നത്. പകരം ഇവർക്ക് തിരുത്താൻ പറ്റില്ല. വീണ്ടും അതിനുശേഷം പാലാ ബിഷപ്പിൻ്റെ അവിടെ നടന്ന കാര്യങ്ങൾ, ഇതെല്ലാം ജനങ്ങൾ, അദ്ദേഹം നാർക്കോട്ടിക് ജിഹാദ് എന്നൊരു വാക്ക് എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ അകത്താ പറയുന്നത്. പുള്ളി പബ്ലിക്കായിട്ട് ഒരു അങ്ങനെ എത്രയോ ആൾക്കാർ പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അതിനു വേണ്ടിയിട്ട് അന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ കാട്ടിക്കൂട്ടിയ പ്രശ്നങ്ങൾ എന്തുമാത്രമാണ്. ഇപ്പം അങ്ങനെ തന്നെയാണ്. അതിനുശേഷം വെള്ളാപ്പള്ളി ചേട്ടൻ പറഞ്ഞ് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? ഇനി ആരെങ്കിലും കമൻ്റ് അടിച്ചിട്ട് അത് തിരുത്തിയിട്ട് ഓടേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തിച്ചതെന്ന് വെച്ചാൽ ഈ നമ്മുടെ രണ്ട് മുന്നണികളും കൂടെ അതിനകത്തുള്ള പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർക്ക് സ്വതന്ത്രമായിട്ട് പറയണ്ടേ, നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണം. മിണ്ടാണ്ടിരിക്കാൻ നേരത്താണ് അങ്ങനെ അവസാനം പറഞ്ഞ ആൾ എൻ്റെ ഓർമ്മയിൽ AK ആന്റണിയാണ്. അതെ, അദ്ദേഹത്തിന് അത് പുറത്തിറക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ നോക്കാം, കേരളം വിട്ട് ഓടേണ്ടി വന്നു. കേരളം വിട്ടിട്ടുണ്ട്. അത് കണക്ക് തന്നെ പല സംഭവമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഇപ്പോഴത്തെ PM ഗുജറാത്ത്, അന്ന് ഷിബു ബേബി ജോൺ അദ്ദേഹത്തെ ഒന്ന് സന്ദർശിച്ചെന്നും പറഞ്ഞ് എന്തൊക്കെ പുകിലായിരുന്നു. അന്ന് ബഹളം ഉണ്ടാക്കി ഇന്ന് ആൾക്കാരെല്ലാം ബായി ഇത് കാലം വിളിച്ച് ശരിയാണ്. അപ്പം ഇതാണ് അവസ്ഥ. നമുക്ക് ആരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ കേരളം വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനമാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് കേരളത്തിന് ഈ പറഞ്ഞ കാര്യത്തിനുള്ള വളക്കൂറുള്ള മണ്ണുമാണെന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു ഇരട്ടത്താപ്പ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം കേരളത്തിൽ ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഈ ഇരുട്ടിൽ തപ്പുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഇവർ ഇലക്ഷൻ പ്രഖ്യാപനം UDF മുൻ തൂക്കം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഗവൺമെൻറ്റിന് അത്ര കണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ നോക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഗവൺമെൻറ് കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ നല്ല കാര്യം ചെയ്യാൻ നേരത്ത് വേറൊരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ 10 വർഷം കൊണ്ട് 4 ലക്ഷം കോടി രൂപ എടുത്തിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ 4 ലക്ഷം കോടി ആരാ കൊടുക്കേണ്ടത്? ആര് കൊടുക്കും? ഈ ഭരിക്കുന്നവരാരെങ്കിലും കൊടുക്കും? ഇവിടുത്തെ ജനങ്ങൾ. ഇനി ഈ 4 ലക്ഷം കോടി ഉള്ളത് ഇനി അടുത്ത ഭരിക്കാൻ വരുന്നവർ അവർ വീണ്ടും നികുതി കൂട്ടിയെങ്കിലും മാത്രമേ അടുത്ത കടമെടുത്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നോക്കി വരുമ്പോൾ 2050 കേരളത്തിൽ 2500 ലക്ഷം കോടി രൂപയുടെ കടവാകും. ഇതിനെ പരിഹരിക്കാനായിട്ട് ഈ പറഞ്ഞ ആൾക്കാരെങ്കിലും എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇവർ പറയുന്നത് വികസനം നടത്തി. എവിടെ വികസനം? ശരിയാണ്, വികസനം എന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യത്തിൻ്റെ വികസനം മാത്രമേ നടന്നിട്ടുള്ളൂ. അതും ഇൻകംപ്ലീറ്റാണ് അല്ലേ? അതിന് എത്ര വർഷം എടുക്കും? അപ്പോൾ അടുത്ത സർക്കാർ, ഏത് സർക്കാർ ആയിക്കോട്ടെ, ചിലപ്പോൾ 7 വർഷം വരുമായിരിക്കും, അല്ലെങ്കിൽ വലതു വർഷം വരും, അല്ലെങ്കിൽ BJP നയിക്കുന്ന മുന്നണി ആര് വന്നാലും വീണ്ടും കടമെടുക്കാണ്ട് നമുക്ക് മുന്നോട്ട് പോകാണ്ട് അല്ലാണ്ടൊരു മാജിക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ? വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ട് നമ്മുടെ മുൻപിലില്ല. പിന്നെ ഇവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരിപ്പോൾ പറയട്ടെ, ഞങ്ങൾ 5 വർഷം, അടുത്ത 5 വർഷം കൊണ്ട് ഇപ്പം 6 ലക്ഷം കോടി രൂപ കടമുള്ളത് ഞങ്ങൾ അത് 2 ലക്ഷം ആക്കി ജനങ്ങൾക്ക് പെർ ക്യാപിറ്റൽ ഇൻകം ഉയർത്തി അതിലൊരു 10,000 കോടി കടമെങ്കിലും വീട്ടും എന്നാരെങ്കിലും ഇവരുടെ ഒരു പ്രകടനം. പിന്നെ രണ്ടാമത്, നമ്മൾക്ക് മുന്നോട്ടുള്ള പോക്കിന് നമ്മുടെ രാജ്യത്തെ പുരോഗതി എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാർ മൊത്തം രാജ്യം വിട്ടു പോയിക്കൊണ്ടിരിക്കുക. അവരെ നമ്മൾ പ്രവാസികളാക്കിക്കൊണ്ട് എന്തുകൊണ്ട് അവരുടെ കഴിവും ഇച്ഛാശക്തിയെല്ലാം അവിടെ ഒരു പ്രശ്നമുണ്ട് സാർ. പണ്ടൊക്കെ ഗൾഫിലേക്കൊക്കെ പ്രവാസിയായിട്ട് പോകുന്നവർ അവിടുന്ന് ജോലി ചെയ്ത് പണം ഇങ്ങോട്ട് അയക്കുകയും ഇവിടെ തിരിച്ചു വരികയും ചെയ്യും. ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ അവർ തിരിച്ച് നാട്ടിലേക്ക് വരും. പക്ഷെ ഇന്നിപ്പോൾ യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ പോകുന്ന നമ്മുടെ കുട്ടികൾ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നാടുമായിട്ട് ബന്ധമുണ്ട്. അത് കഴിഞ്ഞാൽ അവർ ആ ബന്ധം മുറിക്കുകയാണ്. അവർ യൂറോപ്പിൽ സെറ്റിൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ സെറ്റിൽ. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് 2 സെക്ടറായിട്ട് അതിനെ കാണാം. നമുക്ക് പ്രവാസികളെന്ന് വെച്ചാൽ 3 ലെവലിൽ. ഒന്ന്, ഇന്ത്യയിൽ തന്നെയുള്ള പ്രവാസം, കേരളം വിട്ടിട്ട് മറ്റ് സ്റ്റേറ്റുകളിൽ പോകുന്നുള്ള പ്രവാസം, അതൊക്കെ. രണ്ടാമതെന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റിൽ വസിക്കുന്ന പ്രവാസം. ബാക്കിയുള്ളത് യൂറോപ്പും അമേരിക്കയല്ല. ഇതിനകത്തെന്ന് വെച്ചാൽ നമുക്ക് റെമിറ്റൻസ് വരുന്നതെന്ന് വെച്ചാൽ പ്രവാസികളായിട്ടുള്ള പിന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് നമുക്ക് വരുന്നത്. അതായത് 90% അത് 95%
നമ്മുടെ ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാർ. അവരൊന്നും വലിയ സമ്പന്നന്മാരൊന്നുമല്ല. അതെ. സമ്പന്നന്മാരാകുന്ന വെച്ചാൽ ആദ്യത്തെ ഒരു ദശാംശം വെച്ച് നോക്കുമ്പോൾ 0.01% മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന എത്ര വ്യവസായികളുണ്ട് എടുത്തു പറയുമ്പോൾ യൂസഫ് അലി സാറുണ്ട്, ജോയി ആലിക്ക സാറുണ്ട്, അങ്ങനെ രവി പിള്ള സാർ, അങ്ങനെ ഒരു 10 പേരിൽ താഴെയുള്ള എത്ര ലക്ഷം ആൾക്കാർ പ്രവാസമായിട്ട് പുറത്തുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഇടയ്ക്കുള്ളത് ഒരു 5%. അത് വെച്ച് 95% അവരുടെ പൈസ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് നാട്ടിലേക്ക്, നമ്മുടെ നാട്ടിലേക്കാണ്. കാരണം അവരുടെ കുടുംബത്തെ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ കുടുംബങ്ങൾ കഴിയുന്നത്. ഇനി അമേരിക്ക, യൂറോപ്പോ അങ്ങനെയുള്ള സ്ഥലം എന്ന് വെച്ചാൽ 5 പൈസ അവിടെ നിന്ന് ഇങ്ങോട്ട് തരാൻ പറ്റത്തില്ല. കാരണം അവിടെ ജീവിക്കണമെങ്കിൽ ആ കംപ്ലീറ്റ് പൈസ അവിടെ സ്പെൻഡ് ചെയ്തേ മാർക്കും അങ്ങനെയാണ്. അപ്പം ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ രണ്ട് സാഹചര്യം. അതുകൊണ്ട് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയണം. അത് വെച്ച് നോക്കുമ്പോൾ ഇനി പ്രവാസി മലയാളികൾ ഇനി ഇപ്പോൾ ഈ യുദ്ധം കാരണം കുറേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന അങ്ങോട്ട്. അതെ അതെ, അത് നമുക്കറിയത്തില്ല ഇപ്പോൾ യുദ്ധം തീരുവെന്ന്. അഥവാ തീർന്നാൽ തന്നെ ആ രാജ്യങ്ങളിലൊക്കെ പ്രതിസന്ധികൾ രൂക്ഷമാണ്. കാരണം ലോകത്തിൽ ഏറ്റവും നല്ല സെക്യൂറായിട്ടുള്ള രാജ്യമെന്ന് വിചാരിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഒരു സെക്യൂരിറ്റി ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു യുദ്ധം കൊണ്ട് തെളിഞ്ഞു വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പ്രവാസികൾ അനുഭവിക്കുക എന്ന് വെച്ചാൽ കേരളത്തിലുള്ള ആൾക്കാർ അനുഭവിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൻ്റെ GDPയുടെ 52% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ പ്രവാസി മലയാളികളാണ്. അല്ലാണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുണ്ടാക്കി തന്നൊന്നും അല്ലത്. എനിക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും. ഇവർ പറയും ഞങ്ങൾ അവിടെ വികസിപ്പിച്ചു, ഇവിടെ വികസിപ്പിച്ചു. ഈ ഇത്രയും മനുഷ്യർ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ ഇതാണ് ഈ കേരളത്തിൽ കാണുന്നത്. അല്ലാണ്ട് ഇവിടെ നമ്മൾ പറയുന്ന രീതിയിലൊന്നും സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ നമ്മൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മുടെ പിള്ളേരെ കടം മേടിച്ച് പഠിപ്പിച്ചിട്ട് അന്യരാജ്യത്ത് വിട്ടിട്ട് ആ രാജ്യത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സംവിധാനമാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ വികസിക്കുന്നു. എവിടെ വികസിച്ചെന്നാണ് പറയുന്നത്? തീർച്ചയായിട്ടും സാർ, നമ്മുടെ സമയം പരിമിതമാണ്. ഞാൻ അതുകൊണ്ട് കൂടുതൽ നമുക്ക് ഇനിയും ഈ വിഷയം ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. അങ്ങ് നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അങ്ങ് പറയുന്നതനുസരിച്ച് കേരളത്തിൽ ഒരു ഭരണമാറ്റം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആര് വന്നാലും മുന്നിൽ വലിയ വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും. ഈ പറയുന്നത് പോലെ BJPയോട് ഒരു അസ്പൃശ്യതയുടെ ആവശ്യം ഇല്ല. BJPക്കും അവരുടേതായ തലത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ ആര് പ്രവർത്തിച്ചാലും ഈ പറയുന്നത് പോലെ നമ്മുടെ മുന്നിൽ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ, കടം ഉൾപ്പെടെയുള്ള നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ മാത്രം നടന്നാൽ പോരാ. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ആ വികസന പ്രവർത്തനം അതിന് ഗുണം ചെയ്യണം. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കേരളം വളർന്നു വരണം എന്നാണ് അങ്ങ് ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. തിരഞ്ഞെടുപ്പ് ഫലം എന്തു തന്നെ ആയാലും അങ്ങ് മുന്നോട്ട് വെച്ച ആ ആശയം, ആ വെല്ലുവിളികൾ, ചൂണ്ടിക്കാട്ടിയ വെല്ലുവിളികൾ, ഇതെല്ലാം കൃത്യമായി അഡ്രസ്സ് ചെയ്യാനും അതിന് പരിഹാരം കണ്ടെത്താനും നമ്മുടെ വിജയിച്ചു വരുന്ന അല്ലെങ്കിൽ അടുത്ത ഭരണകൂടത്തിന് കഴിയട്ടെ എന്ന് മാത്രം നമുക്ക് ഈ അവസരത്തിൽ ആഗ്രഹിക്കാം, ആശംസിക്കാം. നന്ദി. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.